ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് പ്ലസ് വേർഡ്സ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ നമ്മൾ കന്യാകുമാരി പോയി, അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഇതായി, അതിൻ്റെ വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ ഇപ്പോൾ ആറ്റാങ്കരയിൽ നിൽക്കുക. നമ്മൾ അവിടുന്ന് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന വഴി ബാക്കി കാണാം. നമുക്ക് അങ്ങോട്ട് ഉച്ചയാവുന്നു, സമയം 11:11 ഇവിടെ ഭയങ്കര വെയിലാണ്. ഇവിടെ പോകുന്ന വഴിയാണ് ഭയങ്കര കാറ്റും. പിന്നെ അത് ഇച്ചിരി തണൽ കിട്ടിയപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് നിർത്തിയതാണ് വണ്ടി. ഇവിടെ ഒരു മരത്തിന് ഇവിടെ താഴെ കൊണ്ടുവന്ന് നിർത്തി വണ്ടി ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്നതാ. അതുകൊണ്ട് ആറ്റാങ്കരയിൽ നിന്ന് വിട്ടു വന്നതാണ്. എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചാൽ അവിടെ അതിന് എല്ലാ സ്ഥലം, പക്ഷെ അവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ കുറഞ്ഞ് ചെറിയ തണുപ്പ് വീണു. പിന്നതോ വേണ്ട മല. നമുക്ക് ഇനിയുണ്ട് ഇവിടുന്ന് 6-7 മണിക്കൂർ നാട്ടിലോട്ട് ഓട്ടാം. അറിയത്തില്ല ഇന്ന് ഓടിച്ച് പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും മാക്സിമം ഓടിച്ച് നോക്കും. പറ്റില്ല എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കാമെന്ന്. ഇതുവരെ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം 12:30 ആവുന്നു. മല കണ്ടോ? ഈ കാർമേഘമൊക്കെ മൂടി കണ്ടതേ അതുണ്ടോ അങ്ങ് മല. കാർമേഘം ഇരുണ്ട് വരുന്നു. മഴയ്ക്കുള്ളതാണോ എന്താണ്? നമ്മൾ പോകുന്ന റൂട്ടാണ് ഇതുണ്ട്. അതേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ നോക്കി കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു ഭംഗി. ഇതിൻ്റെ ഉള്ള ഏരിയയിലോട്ട് ഇങ്ങനെ കയറി പോകുന്നത്. ഗ്രാമങ്ങളിലൂടെ നമ്മളിപ്പോൾ വന്നതൊക്കെ ഉൾഗ്രാമത്തിലൂടെ വന്നത്. നമ്മളത് ഇവിടെ മോരും വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി. അത് മോര് മേടിച്ച് ഇനിയിപ്പം വണ്ടിയിലോട്ടിരുന്ന് കുടിച്ചിട്ടാണ് ഇവിടെ ഈ ചേച്ചിമാർ നടത്തുന്നത്. ഇവിടുന്ന് നമ്മളിത് മോര് കുടിച്ചത്. ഒരു ഉപ്പിടുക, ഉപ്പ് കുറവായിരുന്നു. മോര് ഇട്ടുകൊണ്ടിരിക്കുക. മോര് പൊക്കോണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് മഴ പെയ്തായിരുന്നു ചെറിയ. മല കണ്ടോ? ഇപ്പം മഴ മാറി. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഭക്ഷണമൊന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ ഒരു മോരൊക്കെ കുടിച്ച് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ഇച്ചിരി കഴിഞ്ഞ് നോക്കാം. ഇപ്പം 1 മണിയായി. ഇത് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാനിത് പമ്പിലോട്ട് നിർത്തി മഴ മാറാൻ വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ ഒരു പമ്പിൽ, തമിഴ്നാട്ടിൽ തന്നെ ഇപ്പോൾ പമ്പിൽ ഇവിടെ കിടക്കും. 1/2 മണിക്കൂറായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഉറക്കം വന്നിട്ടേ കണ്ണ് തുറക്കാൻ വയ്യാണ്ട് ഉറങ്ങി പോകുന്നായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പമ്പിൽ നിർത്തിയത്. ഇത് ഈ പമ്പിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. തമിഴ്നാട് തന്നെ. നമ്മൾ അവിടുന്ന് വണ്ടി വിട്ടത് ഒരു ഹോട്ടലിൽ വന്ന്. ഇതാ ഹോട്ടൽ ക്ഷാമ. നമ്മളിപ്പം ഭക്ഷണമൊന്നും കഴിച്ചൊന്നുമില്ല. എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും കഴിച്ചിട്ടല്ല. ഇപ്പം എന്തുവാ തമിഴ്നാടിൻ്റെ RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ്, ബോർഡർ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ പ്രോപ്പർ തമിഴ്നാട് കഴിഞ്ഞിട്ടില്ലെങ്കിലും തമിഴ്നാട് കഴിഞ്ഞ് കേരള കയറി. KL വണ്ടി കണ്ടു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുക. അത് ചെയ്യാനാകും. അങ്ങനത്തെ നമ്മൾ ബോർഡറിലെത്തിയത്. വെൽക്കം ടു കേരള. നമ്മളിത് കേരളത്തിലോട്ട് കയറാൻ പോവുക. നമ്മൾ ബോർഡർ അവിടുന്ന് ചുറ്റും ഇങ്ങനെ വരുന്നത്. നമുക്കിതങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ബോർഡറിലൂടെ പൊക്കോണ്ടിരിക്കുക. തമിഴ്നാട് കേരള ബോർഡർ കഴിഞ്ഞിട്ട് ഇപ്പോൾ
നല്ല മഴക്കാറുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. രസമുണ്ടോ കാണാൻ? മഴക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് മഴ പെയ്താൽ ഇവിടെ നിൽക്കാൻ ഒരു ഇടം പോലും ഇല്ല. അത് കണ്ടാ ഞാൻ മഴയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരമൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക, നാട്ടിലോട്ട് പോവുക. നല്ല മഴയായിരുന്നു, മൊത്തം നനഞ്ഞ് ഫോണൊക്കെ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അതാ ഇത്ര നേരം വ്ലോഗ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇപ്പോഴാണ് എടുത്തത്. ഇപ്പം മഴ മാറി നോർമലായി. ഇപ്പം സന്ധ്യ ആവാറാവുന്നു, 6 മണി ആവുന്നു. കടുവാപ്പള്ളിയൊക്കെ കഴിഞ്ഞ് കടുവാപ്പള്ളി കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് നീങ്ങിയുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബൂസ്റ്റും ഇതൊക്കെ കുടിക്കുന്നൊരു വടയൊക്കെ കഴിക്കുന്നൊരു കട ഉണ്ടല്ലോ, വട കഴിക്കുന്ന കട. അവിടെ കഴിഞ്ഞ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ എൻ്റെ മൂക്കൊക്കെ അടഞ്ഞു, നല്ല മഴയല്ലായിരുന്നോ, ചെറിയൊരു ഇതുപോലുണ്ട്. എന്തായാലും മുന്നോട്ട് പോകാൻ നമ്മളങ്ങനെ ഇവിടെ ഈ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാനേ, നമ്മൾ ഈ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാൻ സമയം രാത്രി 10 മണിയായി. നമ്മൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, അതുകൊണ്ട് പൊക്കോണ്ടിരിക്കുക. എപ്പോഴും ഹൈവേയിലാണ്. എന്താ നല്ല തണുപ്പ്, എൻ്റെ മൂക്കൊക്കെ അടഞ്ഞ് ഒരു വഴിയായി ഞാൻ.